ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരംഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ CA മാർട്ടിനാണെങ്കിൽ കാർത്തികനെ ലക്ഷ്മിയമ്മനെയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വാതിൽ തുറക്കുമ്പോൾ ലക്ഷ്മിയമ്മ അടുത്ത് പറഞ്ഞു, എന്റെ പേര് CA മാർട്ടിനാണ്, എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാന്ന് പറയുമ്പോൾ അകത്തേക്ക് വാ സർ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ വിളിക്കുകയാണ്. തൊട്ടു പിന്നാലെ കാർത്തികയും വരുന്നുണ്ട്. അപ്പോ കാർത്തികനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് ലക്ഷ്മിയമ്മയുടെ മകളാണല്ലേ? അതെ, കാർത്തിക. ഓ, അല്ല, ഹസ്ബൻഡ് വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുക സർ, വൈകിട്ടേ എത്തൂ എന്ന് പറയാണ്. ശരി, അതല്ല, നിങ്ങളുടെ വിവാഹമായിരുന്നല്ലോ, വിവാദമായ വിവാഹം. ആദ്യം വിവാഹം നടത്തുമെന്ന് പറയുന്നു, പിന്നെ നടത്തില്ല എന്ന് പറയുന്നു, ചെക്കൻ പിന്മാറി എന്ന് പറയുന്നു, പിന്നെ രഹസ്യമായിട്ട് വിവാഹം നടത്തി. അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പറയണ്ട്, സാറിന് അറിയായിരിക്കുമല്ലോ, ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ കൊടും കൊലയാളി, അവന്റെ കണ്ണ് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് സർ ഞങ്ങൾ വിവാഹം മാറ്റിവെച്ചു, വിവാഹം നിർത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അല്ല, എന്നിട്ട് നിങ്ങൾ വിജയിച്ചും ചെയ്തല്ലോ, വിവാഹം വളരെ നന്നായിട്ട് നിങ്ങൾ നടത്തിയല്ലോ. അതെ, എന്തോ ഭാഗ്യത്തിന് അവൻ ഓഡിറ്റോറിയത്തിൽ വന്നില്ല എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോഴേക്കും ആ CA പറയുന്നുണ്ട്, അല്ല, അവൻ ഓഡിറ്റോറിയത്തിൽ വന്നില്ല എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റും? കാർത്തിക പറയണ്ട്, സർ, അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നെങ്കിൽ ആരുടെയെങ്കിലും ശവം കാണാതെ അവൻ അവിടെ നിന്ന് പോവില്ല. അവന് ഉദ്ദേശം വിവാഹം മുടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ വിവാഹം മുടക്കണ കാര്യങ്ങൾ ചെയ്തിട്ടേ അവൻ അവിടുന്ന് പോവുള്ളായിരുന്നു. ഓ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മരണം നടക്കും, നിങ്ങൾക്ക് അറിയാലേ? അല്ല, നേരെ തിരിച്ചു സംഭവിക്കാലോ, അവൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അവനെയും കൊല്ലാലോ എന്ന് പറയാണ്. അപ്പോ ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട്, അല്ല സർ, ഞാൻ ചോദിക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കല്ലേ. ഇപ്പോ ഗംഗപ്രസാദിന്റെ കേസ് ഇങ്ങനെ കുത്തിപ്പോക്കാൻ എന്താ സർ കാരണം? അവനൊരു കൊടും കൊലയാളിയല്ലേ, പിടികിട്ടപ്പൊളി. അവൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമല്ലേ ഉണ്ടാവുള്ളൂ? കേരള പോലീസിനും തമിഴ്നാട് പോലീസിനൊക്കെ ഭീഷണിയായിട്ടുള്ള ഒരുത്തനല്ലേ? എത്ര പാവപ്പെട്ട ആൾക്കാരെയാ അവൻ കൊന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ അങ്ങനത്തെ ഒരാൾ മരിക്കണത് നല്ലതല്ലേ സർ എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുമ്പോ ആ CA മാർട്ടിൻ പറയണ്ട്, നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഗപ്രസാദ് മരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ പോലീസുകാരുടെ ഡ്യൂട്ടി അങ്ങനെയല്ലല്ലോ. ഒരാള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് വേറൊരാള് പരാതി കൊടുക്കുക. അതായത് അവന്റെ കല്യാണം കഴിക്കാവുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ സ്റ്റെഫി ഒരു പരാതി തന്നു. അങ്ങനത്തെ ഒരു പരാതി തന്നപ്പോ അത് അന്വേഷിക്കണം എന്നുള്ളത് നമ്മുടെ സാമാന്യ മര്യാദയാണല്ലോ, പ്രത്യേകിച്ച് ജനമൈത്രി പോലീസ് സ്റ്റേഷൻകാർക്ക്. അതുകൊണ്ട് അവൻ ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൊലപാതകി ആര് എന്നൊക്കെയാണ് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കണം. തീർച്ചയായിട്ടും സർ, സാറിന് എന്താ അറിയേണ്ടത് എന്ന് കാർത്തിക ചോദിക്കുകയാണ്. അപ്പൊ ആ മാർട്ടിൻ പറയുന്നുണ്ട്, അല്ല, ഈ കല്യാണത്തിന് ഗംഗപ്രസാദ് വന്നിരുന്നു, അതാണ് എന്റെ ചോദ്യം. കാർത്തിക പറയണ്ടില്ല സർ, അവൻ വന്നിട്ടില്ല സർ എന്ന് പറയാണ്. അപ്പൊ CA പറയണ്ട, നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു അവൻ വന്നിട്ടില്ല എന്ന്? അല്ല, അവൻ വന്നിട്ടുണ്ടാവില്ല സർ എന്ന് പറയാണ്. അപ്പോ CA പറയണ്ട്, എന്നാ നിങ്ങൾക്ക് തെറ്റി, അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം നടക്കുന്ന അതേ മുഹൂർത്ത സമയത്ത് അവൻ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ലക്ഷ്മിയും കാർത്തിക ആകെ നെട്ടുവാട്ടോ. അവൻ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു? അതെ, അവൻ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു ചെയ്തായിരുന്നു. അവൻ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം ഞങ്ങളുടെ കൈക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അവനെ കുറിച്ച് ഇതിൽ അറിവ് നിങ്ങൾക്കുണ്ടോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് CA പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട, അവൻ വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല സർ, അവൻ വന്നതായിട്ട് ഞങ്ങൾക്കൊരു അറിവുമില്ല. അപ്പൊ CA പറയുന്നുണ്ട്, എന്തായാലും അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്, അതിന്റെ ക്യാമറ ക്ലിപ്പുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ മൂക്കടിച്ച് പരത്തി അയാളുടെ ആംബുലൻസിലാണ് അവൻ അവിടെ വന്നത്. അവന്റെ കൂടെ വേറെ 2 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവർ ഈ ആംബുലൻസിൽ പുറത്ത് കാത്തിരിക്കായിരുന്നു ഇവൻ വന്നിട്ട് തിരിച്ച് ആ ആംബുലൻസിൽ പോവാനായിട്ട്. പക്ഷെ കുറെ നേരം കഴിഞ്ഞിട്ട് ഇവനെ കാണാതായപ്പോ അവര് തിരിച്ചു പോവുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവറെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു, അയാൾ പറഞ്ഞതൊക്കെ സത്യമുണ്ട്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്ത് ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ കുറെ വീടുകളുണ്ട്, അവിടെ ക്യാമറയുണ്ട്. അവിടുത്തെ ക്യാമറ നോക്കിയതിനു ശേഷം ഞങ്ങൾ മനസ്സിലാക്കി അവൾ മതില് ചാടി മാസ്ക് വെച്ച് തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ശേഷം അവൻ പുറത്തു പോയിട്ടില്ല. ഓഡിറ്റോറിയത്തിനുള്ളിൽ വെച്ചിട്ട് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഞങ്ങൾക്കൊന്നും അറിയില്ല സർ എന്ന് പറയാണ് നമ്മുടെ കാർത്തികേയൻ ലക്ഷ്മി അമ്മ. നിങ്ങൾക്ക് ചിലപ്പോ ഒന്നും അറിയില്ലായിരിക്കും, അഥവാ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് അവരെയാളെ പോയിക്കുമ്പോഴേക്കും ലക്ഷ്മിയമ്മ കാർത്തിക എടുത്ത് പറയണ്ട്, മോളെ, ഇനി ആ ഗംഗ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടാവോ? ഈ CA പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കോ? എനിക്കറിയില്ല അമ്മേ, അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതല്ലേ? അല്ലേ മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ വിവാഹത്തിന് താലികെട്ട സമയത്ത് കിരണും രതീഷും വേലും അവിടെ ഉണ്ടായിരുന്നില്ല? അപ്പൊ ഇനി അവനെങ്ങാനും എന്തിനും അബദ്ധം പറ്റിയിട്ടുണ്ടാവും മോളെ എന്ന് ചോദിക്കുകയാണ്. അറിയില്ലമ്മേ, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, നമുക്ക് കല്യാണി അടുത്ത് സംസാരിച്ചു നോക്കാം എന്ന് കാർത്തിക പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക അപ്പൊ തന്നെ കല്യാണിന്റെ ഫോൺ വിളിക്കുകയാണ്. കല്യാണി അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ കല്യാണി പറഞ്ഞില്ല ചേച്ചി, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നൊക്കെയാണ് കല്യാണി ലക്ഷ്മിയമ്മ എടുത്തും കാർത്തിക എടുത്തും പറയുന്നത് കേട്ടോ.
പിന്നെ കല്യാണി പറഞ്ഞത് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവരത് പിന്നെ വിശ്വസിച്ച് അങ്ങനെ നിൽക്കാണ്. അതിനുശേഷം കല്യാണി ഈ കാര്യം കിരണിനോട് പറയണ്ട, കിരണേട്ട ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയും വിളിച്ചിരുന്നു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? ആ CA മാർട്ടിനുണ്ടല്ലോ അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് പറഞ്ഞ പോലെ തന്നെ ഗംഗപ്രസാദ് അന്ന് ആ സമയം ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നെന്നും തിരിച്ചു വന്നില്ലെന്നും അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല വിവരം അറിയാവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് അവരെന്തിനു വിട്ടു പറഞ്ഞോ? ഇല്ല, അവർക്കൊന്നും അറിയില്ലല്ലോ. കല്യാണി, നീ ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരോടും പറയരുത്. നോക്ക്, നമ്മുടെ വായിന്ന് ഒരിക്കലും ഇത് പുറത്തേക്ക് പോകരുത്. പോലീസ് അവരുടെ കേസ് അന്വേഷിച്ചോട്ടെ, അയാൾക്ക് തോന്നിയ പോലെ അയാൾ അന്വേഷിക്കട്ടെ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒട്ടും അവർക്ക് സഹകരിക്കാൻ പാടില്ല. കാരണം അങ്ങനത്തെ ഒരു കൊലയാളിയാണ് മരിച്ചിരിക്കുന്നത്, നമ്മൾ ഇതിനെ സഹകരിക്കണത് അതിന്റെ ഒരു ആവശ്യവും എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ പറഞ്ഞു മനസ്സിലാക്കാണ് നമ്മുടെ കിരൺ കേട്ടോ. അതിനുശേഷം കാണിക്കണ സരയുനെയാണ്. സരയു തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി രൂപയുടെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. എന്നിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോഴേക്കും സരയു നമ്മുടെ ഷാരി അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയാണ്. അതായത് വേറൊന്നുമല്ല, കിരണിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും കിരണിനെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നും പഴയ കിരണിനോടുള്ള പഴയ ഇഷ്ടം ഇപ്പോഴും തന്റെ മനസ്സിലുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷാരി എടുത്ത് തുറന്നു പറയാണ് സരയു. ഇത് കേൾക്കുന്ന ഷാരി ആകെ ഞെട്ടിയെ നിൽക്കട്ടെ. മോളെ, നീ എന്തൊക്കെയാ പറയണത്? നോക്ക്, ഇപ്പൊ നിനക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് തന്നത് കിരണും കല്യാണിയാണ്. ഓ, നിർത്തുന്ന്. അല്ലെങ്കിൽ തന്നെ കല്യാണി പുരാണം കേട്ട് കേട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ സമയത്ത് അമ്മയുടെ ഒരു ഇത് നോക്ക്, ഞാൻ മര്യാദക്ക് ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ കാര്യം അറിയാവുന്നത് എന്റെ വളർത്തമ്മക്കും പെറ്റമ്മക്കും മാത്രം. നിങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ കല്യാണിയുടെ കൂടെ അല്ല. എന്റെ പെറ്റമ്മടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണിത്തെ ഒരു ചെറിയൊരു സിമ്പതി അവർക്ക് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ വേണം നിൽക്കാനെന്ന്. അഥവാ കല്യാണിയുടെ കൂടെ നിന്ന് എന്നെ ചതിക്കാനാ പരിപാടിയെങ്കിൽ രണ്ടമ്മമാരും എന്നെ കാണില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. കിരണിനെ എനിക്ക് നേടാൻ വേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്ന് പറയാണ്. ഷാരിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഷാരി സരയുവിന്റെ കൂടെ നിൽക്കും. കാരണം അങ്ങനെയാണല്ലോ, താര അങ്ങനത്തെ കാര്യത്തിനൊന്നും കൂട്ട് നിൽക്കില്ല, പക്ഷെ ഷാരി നിൽക്കും. കാരണം ഷാരിക്ക് സരയു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സരയു എന്ത് പറഞ്ഞാലും ഷാരി ചെയ്യും. ഷാരിക്ക് ഈ ജീവിതത്തിൽ വേറെ ആരും ഇല്ല. തന്റെ മകളാന്ന് വിശ്വസിച്ച് കൂടെ നിർത്തിയ സരയു മാത്രമേ ഉള്ളൂ. അപ്പൊ സരയു എന്ത് പറയുന്നു അത് അനുസരിക്കാൻ വേണ്ടി നിൽക്കാണ് ഷാരി. അതുകൊണ്ട് തന്നെ സരയു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷാരിനെ ഇങ്ങനെ ഇളക്കാണ്. അതായത് ഞാനിവിടെ വരുമ്പോഴും ഞാനിവിടെ ഇല്ലാത്ത സമയത്തൊക്കെ എന്നെ പറ്റി എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം, രൂപയെടുത്തും ചന്ദ്രസേനയുടെ അടുത്തും. അതായത് നാളൊരു സമയത്ത് കല്യാണം ഇല്ലാതായി കഴിഞ്ഞാൽ എന്നെ വിവാഹം കഴിക്കണമല്ലോ കിരൺ, അപ്പൊ അതിനെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തു വെക്കാണ് സരയു കേട്ടോ. അങ്ങനെ സരി അതൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ആ സമയത്താണ് നമ്മുടെ ബഗാസുരൻ, അതായത് രാഹുല് ജയിലിൽ നിന്ന് പരോളിനെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാഹുലിന് സരുവിന്റെ കൂടെ നിൽക്കാണ്. മോളെ, നീ പേടിക്കേണ്ട. ഈ പരോളിന് ഇറങ്ങിയിട്ട് എനിക്ക് തിരിച്ചു ജീവനോടെ പോകണമെന്ന് ഒരു ആഗ്രഹമില്ല ജയിലിലേക്ക്. നിന്റെ ആഗ്രഹം നടത്തി തരണം. അതിനുവേണ്ടി കല്യാണിനെ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുലാണെന്നുണ്ടെങ്കിൽ സരയുവിന് വേണ്ടി കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അതായത് കല്യാണിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു സമയം കാത്തിരിക്കുകയാണ് രാഹുൽ. അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും കല്യാണിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.